ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നത് എക്കോ ക്രിറ്റിസത്തെ പറ്റിയിട്ടാണ്. എന്താണ് എക്കോ ക്രിറ്റിസം എന്ന് നോക്കാം. എക്കോ ക്രിറ്റിസം എന്ന് പറയുന്നത് ക്രിറ്റിസിസം ദാറ്റ് ഈസ് കണക്റ്റഡ് ടു നേച്ചറാണ്. നേച്ചറിനെ പറ്റിയിട്ട്, പ്രകൃതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കണക്കാക്കിയിട്ടുള്ള ടൈപ്പ് ഓഫ് ക്രിറ്റിസത്തിനെയാണ് എക്കോ ക്രിറ്റിസം എന്ന് പറയുന്നത്. എക്കോ ക്രിറ്റിസത്തിന് മറ്റൊരു പേര് എന്ന് പറയുന്നത് എൻവയോൺമെന്റൽ ക്രിറ്റിസിസം അല്ലെങ്കിൽ ഗ്രീൻ സ്റ്റഡീസ്. ഈ രണ്ട് പേരുകളാണ് എക്കോ ക്രിറ്റിസത്തിന് നമ്മൾ പൊതുവെ കണ്ടുവരുന്നത്. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേച്ചർ, ഹൗ വി കൺസിഡർ നേച്ചർ, എങ്ങനെയാണ് പ്രകൃതിയെ നമ്മൾ കാണുന്നത്, ഏതൊക്കെ രീതിയിൽ പ്രകൃതിയുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്, നമ്മൾ അതിനെ എങ്ങനെ നേരിടുന്നു, ഇതൊക്കെയായി ബന്ധപ്പെട്ടിട്ടാണ് ഈ എക്കോ ക്രിറ്റിസം മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ ക്രിറ്റിക്സ് മെയിനായിട്ട് ചെയ്യുന്നത് ദേ ട്രൈ ടു ക്രിറ്റിസൈസ് ദ പ്രോബ്ലംസ് ദാറ്റ് എക്സിസ്റ്റ് ഇൻ ദ സൊസൈറ്റി. സൊസൈറ്റിയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന പ്രോബ്ലത്തെ ബേസ് ചെയ്തിട്ടാണ് ഈ ടൈപ്പ് ഓഫ് ക്രിറ്റിസിസം മെയിനായിട്ട് വരുന്നത്. അത് ലിറ്ററേച്ചറുമായിട്ട് കണക്ട് ചെയ്ത് വരുമ്പോൾ ലിറ്ററേച്ചറിൽ വരുന്ന സ്റ്റഡീസിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ടൈപ്പ് ഓഫ് ക്രിറ്റിസിസം വരുന്നത്. ലിറ്ററേച്ചറിൽ എങ്ങനെയാണ് നേച്ചറിനെ കാണിക്കുന്നത്, നേച്ചറിനെ കാണിക്കുന്നത് നല്ല രീതിയിലാണോ മോശമായ രീതിയിലാണോ, അതിലൂടെ അവർ ക്രിറ്റിസൈസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. എങ്ങനെ പ്രകൃതിനെ കാണിക്കുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ട് ക്രിറ്റിസൈസ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഈ ടേം കോയിൻ ചെയ്തിരിക്കുന്നത് 1970s. ഇറ്റ് വാസ് കോയിൻഡ് ബൈ വില്യം റൂക്ക്ഹാർട്ട്. എക്കോളജി പ്ലസ് ക്രിറ്റിസിസം ആണ് ആക്ച്വലി എക്കോ ക്രിറ്റിസം എന്ന് പറയുന്നത്. അതായത് പ്രകൃതിയും അതിനോടനുബന്ധമായിട്ടുള്ള നിരൂപണവും രണ്ടും കൂടി ചേർന്നതാണ് എക്കോ ക്രിറ്റിസം എന്ന് പറയുന്നത്. ഇനി ക്രിട്ടിക്കൽ റൈറ്റിംഗ് ആണ് എക്കോ ക്രിറ്റിസത്തിൽ മെയിനായിട്ട് വരുന്നത്. ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്രിട്ടിക്കൽ റൈറ്റിംഗ് ആണ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രിട്ടിക്കൽ റൈറ്റിങ്ങിലൂടെ അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് റൈറ്റേഴ്സ് ട്രൈസ് ടു എക്സ്പ്ലോർ റിലേഷൻ ബിറ്റ്വീൻ ലിറ്ററേച്ചർ ആൻഡ് ബയോളജിക്കൽ ആൻഡ് ഫിസിക്കൽ എൻവയോൺമെൻറ്റ്. അതായത് ബയോളജിക്കൽ ഫിസിക്കൽ ആയിട്ടുള്ള എൻവയോൺമെൻറ്റിനെ ലിറ്ററേച്ചറുമായിട്ട് കണക്ട് ചെയ്തിട്ട് അതിലൂടെ ക്രിറ്റിസൈസ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഈ എക്കോളജിക്കൽ ക്രിറ്റിസിസം, എക്കോ ക്രിറ്റിസത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ടൈപ്പ് ഓഫ് ക്രിട്ടിക്കൽ റൈറ്റിങ്ങിൽ കണക്റ്റഡ് വിത്ത് ഡിവാസ്റ്റേഷൻ brought on the environment by human activities. ഏത് ടൈപ്പ് ഓഫ് ഡിസ്ട്രക്ഷനാണ് നേച്ചറിന് കണക്റ്റഡ് ആയിട്ട് വരുന്നത്, എക്കോളജിയുമായിട്ട് കണക്ട് ചെയ്ത് വരുമ്പോൾ ഏത് ടൈപ്പ് ഓഫ് ഡിസ്ട്രക്ഷനാണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഹ്യൂമൻ ആക്ടിവിറ്റീസ്, മനുഷ്യൻ പ്രകൃതിയോട് ചെയ്യുന്ന ദോഷങ്ങൾ, അതിൻ്റെ ദുരന്തങ്ങൾ എന്തൊക്കെയാണ്, ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ക്രിട്ടിക്കൽ റൈറ്റിംഗ്സ് മെയിനായിട്ട് എക്കോ ക്രിറ്റിസത്തിൽ വരുന്നത്. ഓൾ റെക്കോർഡഡ് ലിറ്ററേച്ചറിൽ നേച്ചറിനെ നമ്മൾ പ്രസന്റ് ചെയ്യുന്നത് കാണാൻ സാധിക്കുന്നത് ഗാർഡൻ ഓഫ് ഈഡൻ ഇൻ ഹീബ്രു ബൈബിൾ, ഏദൻ തോട്ടം ഹീബ്രു ബൈബിളിൽ കൊടുത്തിരിക്കുന്നത്. അതേപോലെ റോമൻ പോയറ്റ് ആയിട്ടുള്ള വെർജിൽ റൂറൽ ലൈഫിനെ പ്രസന്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് റൈറ്റിംഗ് അദ്ദേഹത്തിന്റെ വർക്ക്സിൽ കൊടുത്തിട്ടുണ്ട്. ഏർബൻ സൊസൈറ്റി വന്നതുകൊണ്ട് പീസ് ആൻഡ് ഹാർമണി നഷ്ടപ്പെട്ടു എന്ന രീതിയിലുള്ള റൈറ്റിംഗ് ആണ് വെർജിലിന്റെ റൈറ്റിംഗിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതേപോലെ ജെയിംസ് തോംസന്റെ ദ സീസൺ എന്ന് പറയുന്ന കളക്ഷൻ ഓഫ് പോംസ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നൊസ്റ്റാൾജിക് വ്യൂ ആണ് അതിലൂടെ പറയുന്നത്. റിട്ടേൺ ടു നേച്ചർ, നമ്മൾ പ്രകൃതിയിലേക്ക് തിരിച്ചു പോകുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു നൊസ്റ്റാൾജിക് വ്യൂ എന്താണ് എന്നാണ് ജെയിംസ് തോംസൺ തൻ്റെ പോയത്തിലൂടെ പറയുന്നത്. ഇനി ഇറ്റ് വാസ് ഫോളോഡ് ബൈ ദിസ് എക്കോ ക്രിറ്റിസം വാസ് ഫോളോഡ് ബൈ ഗിൽബർട്ട് വൈറ്റ്സ് ഇൻ ഇംഗ്ലണ്ട്, അമേരിക്കയിൽ വില്യം ബെട്രാംസ്, അതേപോലെ തോറോ. ഇവർ മൂന്ന് പേരും എക്കോ ക്രിറ്റിസം ഫോളോ ചെയ്തവരാണ്. ഗിൽബർട്ട് വൈറ്റ്സിന്റെ നാച്ചുറൽ ഹിസ്റ്ററി ആൻഡ് ആന്റിക്സ് ഓഫ് സെൽബോൺ എന്ന് പറയുന്ന വർക്കിൽ അദ്ദേഹം വൈൽഡ് ലൈഫിനെ അതിനെ ഒബ്സർവ് ചെയ്യുകയും അവിടെ എങ്ങനെയാണ് ഈ ടൈപ്പ് ഓഫ് അഫക്റ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് എക്കോ ക്രിറ്റിസിനെ അല്ലെ എക്കോളജീനെ എങ്ങനെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോബ്ലംസ് അവരെ അഫക്റ്റ് ചെയ്യുന്നത് എന്നതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഗിൽബർട്ട് വൈറ്റിന്റെ റൈറ്റിംഗ്സ് വരുന്നത്. അമേരിക്കയിൽ വില്യം ബെട്രാമിന്റെ ട്രാവൽസ് എന്ന് പറയുന്ന വർക്കിൽ ഡിഫറെൻറ്റ് സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്യുന്നതും അതുമായി കണക്ട് ചെയ്തിട്ട് എങ്ങനെയാണ് എക്കോളജിയുമായിട്ട് കണക്ട് ചെയ്ത് വരുന്നത്, എൻവയോൺമെന്റുമായിട്ട് കണക്ട് ചെയ്ത് വരുന്നത് എന്നാണ് അതിലൂടെ പറയുന്നത്. അതേപോലെ തോറോയുടെ വാൾഡനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അർബനൈസേഷൻ ആൻഡ് ഇൻഡസ്ട്രിയലൈസേഷൻ, അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ്, അത് എങ്ങനെ എൻവയോൺമെന്റിനെ അഫക്റ്റ് ചെയ്യുന്നു. അതായത് അർബനൈസേഷൻ ഇൻഡസ്ട്രിയലൈസേഷനും വരുമ്പോൾ കൂടുതൽ ഏർബൻ ഏരിയ ആയിട്ട് മാറുകയാണ് റൂറൽ ഏരിയയിൽ നിന്ന്. അപ്പോൾ അതിലൂടെ നേച്ചറിനെ അതെങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ വാൾഡനിലൂടെ തോറോ പറയുന്നത്. ഇനി
ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രൈസിസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും എൻവയോൺമെൻറ്റ് നേരിടുന്നത്. അതിലൊന്ന് പൊല്യൂഷനാണ്. പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നേച്ചർ പൊല്യൂഷൻ കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ക്ലൈമറ്റിക് ക്രൈസിസ് ആണ് അടുത്തത്. ക്ലൈമറ്റിക് ക്രൈസിസ് വരുമ്പോൾ ഫ്ലഡ്സ് അഫക്റ്റ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ഡ്രോട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ക്രൈസിസ് വരുന്നുണ്ട്. ഇതുകൂടാതെ ഡിഫോറസ്റ്റേഷൻ അങ്ങനെയുള്ള തരത്തിലുള്ള പ്രശ്നങ്ങൾ നേച്ചറുമായി കണക്ട് ചെയ്ത് വരുന്നുണ്ട്. ഇനി റിലീജിയൻ ഫിലോസഫിയിൽ എങ്ങനെയാണ് നേച്ചറിനെ പ്രസന്റ് ചെയ്യുന്നത്, അത് എങ്ങനെയാണ് എക്കോക്രിറ്റിസത്തിന് ആയിട്ട് കണക്ട് ചെയ്ത് വരുന്നത് നോക്കുമ്പോൾ, റിലീജിയനിൽ മെയിൻലി ക്രിസ്ത്യാനിറ്റിയിൽ നേച്ചറിനെ കൺസിഡർ ചെയ്യുന്നത് സബോർഡിനേറ്റ് ടു ഹ്യൂമൻ ബീങ്സ് എന്ന രീതിയിലാണ്. മനുഷ്യന് എല്ലാം കൊടുത്തു, അതിൽ അധികാരം, അതായത് പ്രകൃതിയുടെയും അതിലെ സകല ചരാചരങ്ങളുടെ അധികാരം മനുഷ്യന് കൊടുത്തു എന്ന രീതിയിലാണ് ബിബ്ലിക്കലായിട്ട് ബൈബിളുമായിട്ട് കണക്ട് ചെയ്ത് വരുമ്പോൾ കാണുന്നത്. അതേപോലെ മറ്റു ഫിലോസഫിയിലാണെങ്കിലും ആന്ത്രോപോസെൻട്രിക് ആണ് മെയിനായിട്ട് മോസ്റ്റ് ഓഫ് ദ റിലീജിയൻ. അതേപോലെ ഫിലോസഫീസിലും വരുമ്പോൾ ഇവിടെ ഹ്യൂമൻ ബീങ്സിനാണ് സുപ്പീരിയർ പവർ കൊടുക്കുന്നത്, അതിൻ്റെ താഴെ മാത്രമേ നേച്ചർ വരുന്നുള്ളൂ. അതേപോലെ ഇങ്ങനെയുള്ളതിനെ റിപ്ലേസ് ചെയ്യണം, എക്കോ സെൻട്രിസിസം ആക്കി മാറ്റണം, അതായത് നേച്ചർ ഒരു സുപ്പീരിയർ പവർ കൊടുക്കണം എന്ന രീതിയിലാണ് എക്കോ ക്രിറ്റിക്സ് പറയുന്നത്. പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് 20th സെഞ്ച്വറിയിലെ റൈറ്റേഴ്സിൽ ഓൾഡ ലെപ്പോൾഡ് എസാൻ കൗണ്ടി അൽമനാക് എന്ന് പറയുന്ന കൃതി എഴുതിയിരിക്കുന്നുണ്ട് 20th സെഞ്ച്വറിയിൽ. ഇതും എൻവയോൺമെന്റൽ സ്റ്റഡീസുമായിട്ട് ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് റേച്ചൽ കാർസന്റെ സൈലന്റ് സ്പ്രിംഗ് ആണ്. റേച്ചൽ കാർസന്റെ സൈലന്റ് സ്പ്രിംഗിൽ മെയിനായിട്ട് പറയുന്നത് കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കുന്നത് എങ്ങനെ വൈൽഡ് ലൈഫിനെ അഫക്റ്റ് ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ടാണ് റേച്ചൽ കാർസന്റെ സൈലന്റ് സ്പ്രിംഗ് എഴുതിയിരിക്കുന്നത്. ഇനി ഓർഗനൈസേഷൻ ജേർണൽസും എക്കോക്രിറ്റിക്സ് ബേസ് ചെയ്ത് വരുമ്പോൾ ഓർഗനൈസേഷനാണ് ASLE, അസോസിയേഷൻ ഫോർ ദ സ്റ്റഡി ഓഫ് ലിറ്ററേച്ചർ ആൻഡ് എൻവയോൺമെന്റ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനാണ്. എക്കോക്രിറ്റിക്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ്, അല്ലെങ്കിൽ എക്കോളജീനെ ബേസ് ചെയ്തിട്ട് വരുന്ന ഒരു ഓർഗനൈസേഷനാണ്. അടുത്തത് ജേണൽ, ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള റൈറ്റിംഗ്സ് ഒക്കെ വരുന്നൊരു ജേണലാണ് ISLE, ഇന്റർ ഡിസിപ്ലിനറി സ്റ്റഡീസ് ഇൻ ലിറ്ററേച്ചർ ആൻഡ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. ഇനി ക്രിറ്റിക് ഓഫ് ബൈനറീസ്, ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് മാൻ വേഴ്സസ് നേച്ചർ, അതേപോലെ കൾച്ചർ വേഴ്സസ് നേച്ചറാണ്. ഇവിടെ സുപ്പീരിയർ പവർ എപ്പോഴും കാണുന്നത് മാൻ അല്ലെങ്കിൽ കൾച്ചറിനാണ്. നേച്ചർ എന്ന് പറയുന്നത് എപ്പോഴും സബോർഡിനേറ്റ് ആയിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇതൊരു ടൈപ്പ് ഓഫ് ഇനീക്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സബോർഡിനേറ്റ് സുപ്പീരിയർ ഇൻഫീരിയർ എന്ന രീതിയിലുള്ളൊരു ടൈപ്പ് ഓഫ് എക്സിസ്റ്റിംഗ് ആണ് എന്നാണ് ക്രിറ്റിക്സ് അഭിപ്രായപ്പെടുന്നത്. ഗ്രീൻ റീഡിംഗ് എന്ന് പറയുന്നത് റൈറ്റിംഗ് ഇൻ ദ നാച്ചുറൽ ആൻഡ് സോഷ്യൽ സയൻസസിൽ വരുന്ന, അതായത് നാച്ചുറൽ സോഷ്യൽ സയൻസിൽ വരുന്ന ടൈപ്പ് ഓഫ് റീഡിങ്ങിനെയാണ് ഗ്രീൻ റീഡിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് പീപ്പിളിന് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് എൻവയോൺമെൻ്റ് ആണ് ഉള്ളത്. പ്രകൃതിയോട് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിനോടുള്ള പല തരത്തിലുള്ള വീക്ഷണങ്ങളുണ്ട്. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു റീഡിംഗ് ആണ് ഗ്രീൻ റീഡിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എക്കോ ഫെമിനിസം എന്ന് പറഞ്ഞ എക്കോക്രിറ്റിസം കണക്ട് ചെയ്ത് വരുന്നതാണ്. എക്കോ ഫെമിനിസം എന്ന് പറയുന്നത് എപ്പോഴും സബോർഡിനേറ്റ് ടു മെയിൽ എന്ന രീതിയിലാണ് കൺസിഡർ ചെയ്യുന്നത്. അതേപോലെ തന്നെ എക്കോക്രിറ്റിസത്തിൽ മെയിലിന് സബോർഡിനേറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പം ഈ ടൈപ്പ് ഓഫ് റൈറ്റിങ്ങിൽ വരുന്നതാണ് എക്കോ ഫെമിനിസം എന്ന് പറയുന്നത്. എക്കോ ഫെമിനിസത്തിലാണെങ്കിലും എക്കോക്രിറ്റിസത്തിലാണെങ്കിലും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഡോമിനേഷൻ എപ്പോഴും മെയിൽ സൊസൈറ്റി അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സിന് ഒരു ടൈപ്പ് ഓഫ് ഡോമിനേഷൻ നേച്ചറിലുണ്ട്. അതേപോലെ എക്കോ ഫെമിനിസത്തിലാണെങ്കിൽ മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റിയാണ്. സബ്ജുഗേഷൻ, ഒരു ടൈപ്പ് ഓഫ് അടിച്ചമർത്തൽ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണവും കാണുന്നുണ്ട്. നേച്ചറിനെ ചൂഷണം ചെയ്യുന്നു, സ്ത്രീയെയും ചൂഷണം ചെയ്യുന്നു. അതേപോലെ സ്ത്രീയെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നു, നേച്ചറിനെയും ഒരു തരത്തിൽ അടിച്ചമർത്താൻ ശ്രമിക്കുന്നു. അതേപോലെ ഒരു സുപ്പീരിയർ പവർ നേച്ചറിൻ്റെയും സ്ത്രീയുടെയും മേലെ ഒന്നില്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സിന് അല്ലെങ്കിൽ പുരുഷ മേധാവിത്വമുള്ള സൊസൈറ്റിയിൽ ഉണ്ടാവുന്നു. ഈ ടൈപ്പ് ഓഫ് എന്താ പറയുക ഡിസ്ക്രിപ്ഷനെ ബേസ് ചെയ്തിട്ടാണ് എക്കോ ക്രിറ്റിസം വരുന്നതും എക്കോ ഫെമിനിസം വരുന്നതും. ഇത്രയുമാണ് എക്കോ ക്രിറ്റിസത്തെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റഡീസ് എന്ന് പറയുന്നത്. എക്കോ ക്രിറ്റിസം എന്ന് പറയുന്നത് എപ്പോഴും നേച്ചറായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ്. നേച്ചറിനെ ചൂഷണം ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് തങ്ങളുടെ കൃതികളിലൂടെ റൈറ്റേഴ്സ് പറയാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഈ കാലഘട്ടത്തിൽ ഒരുപാട് ടൈപ്പ് ഓഫ് എക്കോ ക്രിട്ടിക്കൽ ആയിട്ടുള്ള വർക്ക്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രകൃതിയെ പല രീതിയിൽ ചൂഷണം ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ട് ഇപ്പോൾ വേസ്റ്റ്, അതേപോലെ പ്ലാസ്റ്റിക്, ഇതേപോലെയുള്ള സാധനങ്ങളൊക്കെ പ്രകൃതിയിൽ ഇടുന്നത് പ്രകൃതിനെ എങ്ങനെയാണ് നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുന്നത്, ഇതിനെയൊക്കെ ബേസ് ചെയ്ത് വരുന്ന ക്രിറ്റിസിസം ഒക്കെ എക്കോ ക്രിട്ടിക്കൽ ആയിട്ടുള്ള റൈറ്റിങ്സിൽ വരുന്നതാണ്.
അപ്പോൾ ഇത്രയുമാണ് കുട്ടീസും. ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.